ഹലോ, എല്ലാവർക്കും നമസ്കാരം. ആദംസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ ഒരു സമൂസ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു തത്രപ്പാടിലാണ്. ഒന്ന് ചെയ്യാൻ പോവാണ്. ആദ്യമായിട്ടാണ്. മറ്റത് ഞാൻ ഷീറ്റ് അല്ലാതെ തന്നെ നമ്മൾ മാവ് കുഴച്ച് പരത്തിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇത്തവണ ഞാൻ കോട്ടയം ലുലുന്ന് ഈ സിക്സിൻ്റെ സമൂസയുടെ ഷീറ്റ് വാങ്ങിയിരിക്കുകയാണ്. അപ്പം അത് കയ്യിലുണ്ട്. അപ്പം പിന്നെ ഞാൻ ചെയ്തത് കുറച്ച് സവോള വളരെ ചെറുതായിട്ട് ഞാനൊന്ന് അരിഞ്ഞെടുത്തു. അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, അത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് ചിക്കൻ ഞാൻ കുരുമുളകും വെള്ളവും ശകലം മഞ്ഞളായിട്ടുള്ളൂ, ശകലം, അതുകൊണ്ട് വലിയ കളറില്ലാത്ത അതൊന്ന് പുഴുങ്ങിയിട്ട് അത് മിക്സിയിലിട്ട് ഞാനത് പൊടിച്ചു വെച്ചു. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇനിയും അതിൻ്റെ മസാല ഞാൻ ചിക്കൻ മസാലയും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളകും കൂടെ ഇട്ടായിരിക്കും ഇതൊന്ന് എന്താ പറയുക, ഒന്ന് വഴറ്റിയെടുത്തിട്ടാണ് നമ്മൾ ഈ ഐസ് ഷീറ്റിനകത്ത് വെക്കുന്നത്. ഐസ് ഷീറ്റല്ല, സമോസയുടെ ഷീറ്റിനകത്ത് വെക്കുന്നത്. അപ്പം ഞാൻ ഇത് നമുക്കൊന്ന് ഒട്ടാൻ വേണ്ടി കുറച്ച് മൈദ മാവ് വെള്ളത്തിലൊന്ന് കലക്കി അതും കൂടെ ഇതിൻ്റെ കൂടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് സമൂസയ്ക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ കുക്ക് ചെയ്യുമ്പോൾ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ഞാൻ ഒരു ഫ്രൈങ് പാന് ഞാൻ എൻ്റെ സ്റ്റൗവിൽ വെച്ചിരിക്കുകയാണ്. ഇനിയും ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കും. കുറച്ച് മതി. ഇനി ഇതിനകത്തേക്ക് ഇത് ചൂടായി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നതായ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇവയെല്ലാം ഇട്ടൊന്ന് വഴറ്റിയെടുക്കും. ഇത് ഞാൻ കുറച്ച് മൈദ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചൊന്ന് കലക്കി വെക്കുകയാണ്. കാരണം നമ്മുടെ സമൂസ ഷീറ്റിൽ ഒന്ന് ഒട്ടിച്ച് വെക്കണം. അതിന് വേണ്ടി ഒന്ന് ഒരു പശ പോലെ വേണം. അപ്പം അതിനൊന്ന് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണേ. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുവാണ്. കുറച്ച് മതി കേട്ടോ, കുറച്ച്. ഓക്കെ. അതിൻ്റെ കൂടെ കുറച്ച് കുരുമുളകിന് നല്ല സ്വാദാണ് കുരുമുളക് ചേർത്താൽ. കുറച്ചൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് മസാല ചേർക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ ചിലരൊക്കെ കൂടുതൽ സവോള ചേർക്കുക. പക്ഷെ കൂടുതൽ സവോള ചേർത്ത് കഴിഞ്ഞാൽ ചിക്കൻ്റെ ടേസ്റ്റ് കാണത്തില്ല, ഒരു മധുരം വരും. അപ്പം നമ്മൾ വീട്ടിലൊക്കെ നമ്മളിപ്പം എന്താ പറയുന്നത്, ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനകത്ത് കൂടുതൽ സവോള, അതിനകത്ത് ചിക്കനൊന്നും കാണത്തില്ല. അപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പം നമുക്ക് കഴിക്കാനല്ലേ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് ചിക്കൻ കൂടുതൽ അങ്ങിട്ടേക്കണം കേട്ടോ. ഇപ്പം ഞാൻ ഇതിനകത്ത് സ്പൈസി ചിക്കൻ മസാലയാണ് ഇടുന്നത്. അത് കിച്ചൺ ട്രഷേഴ്സിൻ്റെ ആണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാൻ സ്പൂണിലല്ല കാണിക്കുന്നത്, ഞാൻ കാണിച്ചു തരാം. നല്ല കളറാണ് ഇതിനകത്ത്, എനിക്ക് ഭയങ്കര ഇഷ്ടം. കിച്ചൺ ട്രഷേഴ്സിൻ്റെ നല്ല ടേസ്റ്റാണ്, നല്ല സ്പൈസിയാണ്. അപ്പം അതിട്ടു. അപ്പോൾ ഇതൊന്ന് എന്താ പറയുന്നത്, ഒന്ന് നല്ലതായിട്ട് വഴന്നൊക്കെ വന്ന് ഇനി നമുക്ക് ചിക്കൻ ഇടാവേ. ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിയിലയൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാവേ. കുറച്ച് ഉപ്പ് ഇടാവുള്ള, ഒത്തിരി ഉപ്പാകരുത്. എന്നിട്ട് നല്ല വെള്ളം ഒന്ന് ഇളക്കി എടുക്കണം. നമ്മുടെ ചിക്കൻ മസാലയൊക്കെ ചേർത്തത് റെഡിയായി. ഇനി നമുക്ക് ഇത് ഒന്ന് കുറച്ചൊന്ന് തണുക്കണം. അതായത് കുറച്ച് നേരം ഒന്ന് വെച്ച് ഒരുമാതിരി ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് സമൂസ ഉണ്ടാക്കാവുന്നതാണ്. ഇതാണ് നമ്മുടെ സമൂസ ഷീറ്റ്. അത് നമ്മളിങ്ങനെ കോണാക്കണം. കോണാക്കിയിട്ട് അതിനകത്തേക്ക് നമ്മുടെ ഫില്ലിങ്സ് ഒക്കെ വെച്ച് കൊടുക്കുവാണ്.
ഇതിനകത്ത് ചിലരൊക്കെ ഉരുളക്കിഴങ്ങും ഒക്കെ വയ്ക്കും. എനിക്ക് പക്ഷെ അത് വലിയ താല്പര്യമില്ല. ചിക്കൻ സമൂസ എന്ന് പറയുമ്പോൾ അത് തന്നെ വെക്കുന്നതാണ് എനിക്ക് താല്പര്യം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ പിള്ളേർക്കൊക്കെ ഈ ഉരുളക്കിഴങ്ങൊന്നും വെക്കുന്നതൊന്നും അത്ര പിടുത്തമില്ല. അപ്പം അവർക്കൊക്കെ ഇതായിരിക്കും ഇഷ്ടം. എന്നിട്ടത് ഒട്ടാൻ വേണ്ടിയാണ് നമ്മുടെ മൈദ പേസ്റ്റ് ഇങ്ങനെ അങ്ങ് തേക്കും. കണ്ടോ? ഇങ്ങനെ തേച്ചിട്ട് നമുക്ക് തേണ്ടേ ഇങ്ങനെ അങ്ങ് വെക്കാം. ആദ്യമായിട്ടാണ് ഞാൻ ഈ ഷീറ്റിൽ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു പോരായ്മകളൊക്കെ കാണുമായിരിക്കും. എങ്കിലും നമുക്ക് ട്രൈ ചെയ്യാം. എളുപ്പമുണ്ടല്ലോ. മറ്റേത് പരത്തൊക്കെ ഉണ്ടാക്കണ്ടായിരുന്നോ? ഇപ്പം എന്തോരം എളുപ്പമാണ്. എൻ്റെയൊക്കെ അമ്മയൊക്കെ ആയിരുന്ന സമയത്ത് ചപ്പാത്തി പരത്തുന്ന പോലെ എല്ലാം ചെയ്താണ് ഉണ്ടാക്കി തരുന്നത്. ഇപ്പം നമുക്കൊക്കെ എന്തോ ഒരു ഭാഗ്യം, എല്ലാം കിട്ടും. അപ്പോൾ നമ്മുടെ സമൂസ എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. ഞാൻ മുഴുവൻ എടുത്തില്ല കണ്ടോ, കുറേ ഉണ്ട്. അപ്പം ഞാനും ജോഷിയ കുട്ടിയും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ രണ്ടുപേരും ഉള്ളൂ. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും മതി. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് അപ്പുറത്തുണ്ട്, അവർക്കും. അപ്പം ഞങ്ങൾക്ക് 4 പേർക്കുള്ള സമൂസയാണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 എണ്ണം ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് ആവശ്യമുള്ള സമൂസ ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ഓക്കെ. അപ്പോൾ നമ്മുടെ സമോസ ഒന്ന് ഫ്രൈ ചെയ്ത് നമുക്ക് എടുക്കാവേ. അതിനുള്ള ഓയില് ഞാൻ പാനിലേക്ക് ഒഴിക്കുകയാണ്. ഇനി ഇത് എണ്ണയൊന്ന് നന്നായിട്ട് ചൂടായി ഒന്ന് വരുമ്പോൾ നമുക്ക് സമൂസ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നല്ല ചൂടായി ഒന്ന് തിളച്ചു. ഞാൻ സമൂസ ഒന്ന് ഇടുവാണേ. പിന്നെ കുറച്ച് എണ്ണയും കൂടെ നമുക്ക് വേണമെങ്കിൽ ഇടാം, ഒഴിക്കാമേ. നോക്കട്ടെ, ഞാൻ നോക്കട്ടെ. കുറച്ച് എണ്ണയും കൂടെ ഒഴിക്കാം. ഡീപ് ഫ്രൈ. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ സമൂസ റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് കാണുക. ഇതിൻ്റെ ഫൈനൽ ലുക്കാണ് കാണേണ്ടത്. കണ്ടോ, ഇതാണ് സമൂസ. അപ്പം ഞാനതൊന്ന് പതിയെ ഒന്ന് കഴിച്ച് നോക്കാവേ. നല്ല ക്രിസ്പിയാണേ. നല്ല ടേസ്റ്റ് കേട്ടോ. ആ ചിക്കൻ തന്നെ. കുറച്ച് സോസ് കൂടെ. സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. വളരെ സിമ്പിളായിരുന്നു. ഷീറ്റ് മേടിച്ചാൽ മതി, നമ്മൾ പരത്തണ്ട. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റി. ചിലരിതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ ഉരുളക്കിഴങ്ങ് ചേർക്കും. ഞാൻ പക്ഷെ ചേർത്തിട്ടില്ല. സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുരുമുളക്, കുറച്ച് മസാല, ചിക്കനാണ് ഫുള്ള്. അപ്പോൾ ആ ചിക്കൻ്റെ ഒരു ടേസ്റ്റ് പിള്ളേർക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെടും. ചിക്കൻ പ്രേമികൾക്കൊക്കെ ഇത് നല്ലതായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഓക്കെ, ബൈ.